പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വിജ്ഞാനദാഹികളെ, അതുപോലെ തന്നെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരെ, കഴിഞ്ഞ വീഡിയോയിൽ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരീക്ഷയായ സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. UPSC ആണ് ഈ പരീക്ഷ നടത്തുന്നത്. ഇതിൻ്റെ പരീക്ഷയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നതിൻ്റെ പ്രിലിമിനറി പരീക്ഷയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് ജനറൽ സ്റ്റഡീസ്. ഈ ജനറൽ സ്റ്റഡീസിൽ വരുന്ന ചോദ്യങ്ങൾ വളരെ പ്രയാസമുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പോയി എഴുതുന്നത് പോലെയുള്ള ഒരു രീതിയല്ല. ഒരു ഉദ്യോഗാർത്ഥിയുടെ എല്ലാവരും മിടുക്കരാണ്, എല്ലാവർക്കും അറിവുള്ളവരാണ്, പരീക്ഷ എഴുതാൻ പോകുന്നവരെല്ലാം നന്നായി പഠിച്ചിട്ട് ചെല്ലുന്നവരാണ്. പക്ഷേ ഇവിടെ ചോദ്യങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ആഴത്തിലുള്ള വിശകലനം ചെയ്യാനുള്ള കഴിവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, പ്രയോഗ കഴിവ് അല്ലെങ്കിൽ പ്രയോഗ മികവ് എന്നിവയൊക്കെ ഈ പരീക്ഷയിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പം അതിനാൽ ഒരു വിവരണാത്മകമായ കാര്യങ്ങളാണ് ഈ ഓരോ ചോദ്യങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെ ആയാലും ചോയ്സിലൂടെ ആയാലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരീക്ഷയെ നേരിടുന്നതിന് അറിവ് മാത്രം പോരാ, മുൻ വർഷങ്ങളിൽ ചോദിക്കപ്പെട്ട ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിൻ്റെ ഭാഗമായാണ് IAS മോഹം അല്ലെങ്കിൽ IPS മോഹവുമായി നടക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്ന ആൾക്കാർക്ക്, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു സഹായകരമാകുന്ന രീതിയിൽ ഇവിടെ ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗത്ത് ഒരു 10 ചോദ്യങ്ങളോളം വിശകലനം ചെയ്തിരിക്കുകയാണ്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിലും ഇത്തരം ചോദ്യങ്ങളുടെ വിശകലനങ്ങൾ ഉണ്ടാകുന്നതാണ്. അതായത് ഇങ്ങനെയുള്ള വിജ്ഞാനപ്രദമായ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് ആദ്യമേ എത്തണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അത് ഏറ്റവും പ്രയോജനകരമാണ്. ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധാപൂർവം ഈ ചോദ്യങ്ങളൊക്കെ വായിച്ചും കേട്ടും മനസ്സിലാക്കിയും ഇതിൻ്റെ ഉത്തരങ്ങളെ വിശകലനം ചെയ്തും ഈ ഉത്തരത്തിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കിയും ചോദ്യത്തെ അനലൈസ് ചെയ്യുക, വിശദമായി പഠിക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ന് 11ാമത്തെ ചോദ്യമാണ് ആദ്യമായി ചോദിക്കുന്നത്. സൈനികകാര്യ വകുപ്പിൻ്റെ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിൻ്റെ തലവൻ എന്ന നിലയിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ CDSൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? 1. ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ സ്ഥിരം ചെയർമാൻ. 2. 3 സേനാ മേധാവികൾക്ക് മേലും സൈനിക കമാൻഡ് പ്രയോഗിക്കുക. 3. എല്ലാ ത്രിസേന വിഷയങ്ങളിലും പ്രതിരോധ മന്ത്രിയുടെ മുഖ്യ സൈനിക ഉപദേഷ്ടാവ്. ചോദ്യം ഇതാണ്: താഴെ നൽകിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൽ A 1, 2, 3, B 1, 2 എന്നിവ മാത്രം, C 2, 3 എന്നിവ മാത്രം, 4, 1, 3 എന്നിവ മാത്രം. What are the duties of Chief of Defense Staff as head of the Department of Ministry Affairs? 1. Permanent Chairman of Chief of Staff Committee. 2. Exercise military commands over the 3 service chiefs. 3. Principal military advisor to Defense Minister on all tri-service matters. Here is the question. Select the correct answer using the code given below. Code A
1, 2 and 3. B. 1 and 2 only. C. 2 and 3 only. D. 1 and 3 only. Here the answer is D. 1 and 3 only. അതായത് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ പ്രസ്താവനയിൽ 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വിശദീകരണം ഒന്ന് നോക്കാം. പ്രസ്താവന 1 ശരിയാണ്. അതായത് CDS ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ സ്ഥിരം ചെയർപേഴ്സൺ ആണ്. ഇതിൽ രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് CDSന് 3 സേനാ മേധാവികളുടെയും മേൽ നേരിട്ടുള്ള സൈനിക കമാൻഡ് അധികാരം ഇല്ല. ഓരോ സേനാ മേധാവിക്കും അവരവരുടെ സേനയുടെ മേൽ പ്രവർത്തനപരമായ കമാൻഡ് ഉണ്ട്. അതുകൊണ്ട് അത് തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന അത് ശരിയാണ്. എങ്ങനെ? ത്രിസേനാ വിഷയങ്ങളിൽ പ്രതിരോധ മന്ത്രിയുടെ മുഖ്യ സൈനിക ഉപദേഷ്ടാവായി CDS പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഉത്തരം 1ഉം 3ഉം മാത്രം ശരി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം: ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും ചേർന്ന ഒരു അഖിലേന്ത്യാ ഫെഡറേഷൻ സ്ഥാപിക്കാൻ ഇത് വ്യവസ്ഥ ചെയ്തു. രണ്ടാമത്തെ പ്രസ്താവന പ്രതിരോധം, വിദേശകാര്യം എന്നിവ ഫെഡറൽ നിയമസഭയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ 2 പ്രസ്താവനകൾ തന്നു. ചോദ്യം ഇതാണ്: മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഇതിൻ്റെ ഓപ്ഷനുകൾ A 1 മാത്രം, B 2 മാത്രം, C 1ഉം 2ഉം എന്നിവ 2ഉം, D 1ഉം 2ഉം എന്നിവയല്ല. Which reference to the Government of India Act 1935 consider the following statements. 1. It provided for the establishment of an all-India federation based on the union of the British Indian provinces and princely states. Number 2. Defense and foreign affairs were kept under the control of the federal legislature. Here is the question: which of the following statements given above is or are correct? Options: A 1 only, B 2 only, C both 1 and 2, D neither 1 nor 2. Here the answer is option A 1 only. ഇവിടെ ഉത്തരം A ആണ്. 1 മാത്രമാണ് ഈ പ്രസ്താവനയിൽ ശരി. അല്ല, പ്രസ്താവന 1 ശരിയാണെന്ന് പറയാൻ കാരണമെന്ത് നോക്കാം. 1935 നിയമം ഒരു അഖിലേന്ത്യാ ഫെഡറേഷൻ വിഭാവനം ചെയ്തു. എന്നാൽ നാട്ടുരാജ്യങ്ങൾ ചേരാൻ വിസമ്മതിച്ചതിനാൽ ഇത് പ്രാവർത്തികമായില്ല. ഇനി രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ വിഷയങ്ങൾ സംവരണ വിഷയങ്ങൾ, അതായത് റിസർവ്ഡ് സബ്ജക്റ്റ് ആയിരുന്നു. അവ ഗവർണർ ജനറലിൻ്റെ
നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ഫെഡറൽ നിയമസഭയുടെ കീഴിൽ ആയിരുന്നില്ല. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 അനുസരിച്ച് പാർലമെന്റിന് ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയും ഏതെല്ലാം രീതിയിൽ ഭേദഗതി ചെയ്യാം? 1. കൂട്ടിച്ചേർക്കൽ. 2. വ്യതിയാനം. 3. റദ്ദാക്കൽ. ചോദ്യം ഇങ്ങനെയാണ്: താഴെ നൽകിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അതിൽ എ എന്ന് പറയുന്നത് 1, 2 എന്നിവ മാത്രം, ബി 2, 3 എന്നിവ മാത്രം, സി 1, 3 എന്നിവ മാത്രം, ഡി 1, 2, 3. As per the Article 368 of the Constitution of India, the Parliament may amend any provisions of the Constitution by way of 1. addition, 2. variation, 3. reappeal. The question is, select the correct answer using the code given below. Option A, 1 and 2 only. Option B, 2 and 3 only. Option C, 1 and 3 only. Option D, 1, 2, 3. Here the answer is option D, 1, 2 and 3. ഇവിടെ ഉത്തരമെന്ന് പറയുന്നത് ഡി ആണ്. അതായത് 1, 2, 3. അതായത് പാർലമെന്റിന്റെ ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയും ഏതൊക്കെ രീതിയിലാണ് ഭേദഗതി ചെയ്യാം എന്നതിനെ സംബന്ധിക്കുന്ന 3 ഓപ്ഷനായിരുന്നു. അതായത് ആർട്ടിക്കിൾ 361A പ്രകാരം പാർലമെന്റിന് ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയും കൂട്ടിച്ചേർക്കൽ, വ്യതിയാനം അല്ലെങ്കിൽ റദ്ദാക്കൽ വഴി ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട്. ഈ 3 രീതികളും ആർട്ടിക്കിളിൽ വ്യക്തമായി പറയുന്നു. അടുത്ത ചോദ്യം, ചില പ്രസ്താവനകൾ തന്നിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യമാണ്. അതായത് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വിദ്യാർത്ഥിയുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെയാണ്, വിവരണാത്മകമായ ചിന്തയാണ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകളെയാണ് ഇത്തരം ചോദ്യങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, രാജ്യസഭയിൽ പാസാക്കാത്തതും ലോക്സഭയിൽ പരിഗണനയിൽ ഇരിക്കുന്നതുമായ ഒരു ബിൽ ലോക്സഭ പിരിച്ചുവിടുമ്പോൾ കാലഹരണപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ലോക്സഭയിൽ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു ബിൽ സഭ പിരിച്ചുവിടുമ്പോൾ കാലഹരണപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന, സംയുക്ത സമ്മേളനം വിളിക്കാൻ രാഷ്ട്രപതി ഉദ്ദേശ്യം അറിയിച്ച ഒരു ബിൽ ലോക്സഭ പിരിച്ചുവിടുമ്പോൾ കാലഹരണപ്പെടുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഇവിടെ ഉത്തരം പറയുന്നതിന് മുമ്പ് ചോദ്യം പറയാം. അത് ഓപ്ഷൻ 1 എ എന്ന് പറയുന്നത് 1 മാത്രം, ബി എന്ന് പറയുന്നത് 2 മാത്രം, സി എന്ന് പറയുന്നത് 2, 3 എന്നിവ, ഡി എന്ന് പറയുന്നത് 3 മാത്രം. Consider the following statements. Statement 1, a bill pending in the Rajya Sabha which has not been passed by the Lok Sabha lapses on the dissolution of
Lok Sabha. Statement 2. A bill pending in the Lok Sabha lapses on its dissolution. Statement 3. A bill regard to which the President of India notified his or her intention to summon the houses to join sitting lapses on the dissolution of Lok Sabha. Which of the statement given above is or are correct? Option A 1 only, option B 2 only, option C 2 and 3 only, option D 3 only. Here the answer is option B 2 only. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അത് രണ്ടെണ്ണമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് 2 ആണ് ഇവിടെ ഉത്തരമായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വിശദീകരണം ഒന്ന് നോക്കാം. പ്രസ്താവന 1 തെറ്റാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ രാജ്യസഭയിൽ ഉദ്ഭവിച്ചതും അവിടെ തന്നെ പരിഗണനയിലിരിക്കുന്നതുമായ ഒരു ബിൽ ലോക്സഭ പിരിച്ചുവിട്ടാൽ കാലഹരണപ്പെടുന്നില്ല. ഇനി പ്രസ്താവന 2 അത് ശരിയാണ്. അതായത് ലോക്സഭയിൽ പരിഗണനയിലിരിക്കുന്ന ഏത് ബില്ലും അവിടെ ഉദ്ഭവിച്ചതോ രാജ്യസഭ പാസാക്കി അയച്ചതോ ആകട്ടെ, സഭ പിരിച്ചുവിടുമ്പോൾ അത് കാലഹരണപ്പെടും. എന്നാൽ മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അതായത് പ്രസ്താവന 3 തെറ്റാണ്. ലോക്സഭ പിരിച്ചുവിടുന്നതിന് മുൻപ് രാഷ്ട്രപതി സംയുക്ത സമ്മേളനം വിളിക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബില്ല് കാലഹരണപ്പെടില്ല. അടുത്ത ചോദ്യം, ധനബില്ലുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ആർട്ടിക്കിൾ 109 ധനബില്ലുകളെ സംബന്ധിച്ച പ്രത്യേക നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്നു. 2. ഒരു ധനബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല. 3. രാജ്യസഭയ്ക്ക് ബിൽ അംഗീകരിക്കുകയോ മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയോ ചെയ്യാം, പക്ഷേ നിരസിക്കാൻ കഴിയില്ല. 4. രാജ്യസഭ നിർദ്ദേശിക്കുന്ന ഒരു ധനബില്ലിലെ ഭേദഗതികൾ ലോക്സഭ അംഗീകരിക്കേണ്ടതുണ്ട്. ചോദ്യം ഇതാണ്: താഴെ നൽകിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എ 1, 2 എന്നിവ മാത്രം, ബി 2, 3 എന്നിവ മാത്രം, സി 1, 2, 3, ഡി 1, 3, 4. Consider the following statement regarding money bills. 1. Article 109 mentions special procedure in respect of money bills. 2. A money bill shall not be included in the Council of States. 3. The Rajya Sabha can either approve the bill or suggest the changes but cannot reject it. 4. Amendment to the money bill suggested by the Rajya Sabha have to be accepted by the Lok Sabha. Here is the question. Select the correct answer using the code given below. Option A 1 and 2 only, B 2 and 3 only, C 1, 2 and 3 only, D 1, 2, 1, 3 and 4 only. Here the answer is option C 1, 2 and 3. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ 1, 2, 3 ശരി, 4 ശരിയല്ല എന്നതാണ്. ഇതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ
പ്രസ്താവന 1 ശരിയാണെന്ന് പറഞ്ഞല്ലോ. ആർട്ടിക്കിൾ 109 ധനബില്ലുകൾക്കുള്ള പ്രത്യേക നടപടിക്രമങ്ങൾ പ്രതിപാദിക്കുന്നു. പ്രസ്താവന 2 ശരിയാണ്. അതായത് ആർട്ടിക്കിൾ 109A പ്രകാരം ധനബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല. പ്രസ്താവന 3 ശരിയാണ്. അത് രാജ്യസഭയ്ക്ക് 14 ദിവസത്തിനകം ശുപാർശകളോടെയോ അല്ലാതെയോ ബില്ല് തിരിച്ചയക്കാം. പക്ഷേ നിരസിക്കാൻ അധികാരമില്ല. എന്നാൽ പ്രസ്താവന 4 തെറ്റാണ്. രാജ്യസഭയുടെ ശുപാർശകൾ സ്വീകരിക്കാനോ നിരസിക്കാനോ ലോക്സഭയ്ക്ക് പൂർണ്ണ അധികാരമുണ്ട്. അത് അംഗീകരിക്കാൻ ലോക്സഭ ബാധ്യസ്ഥരല്ല. ഇതേ പാറ്റേണിനുള്ള ചോദ്യമാണ് അടുത്തത്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക, ശ്രദ്ധിക്കുക. 1. ഒരു സംസ്ഥാനത്തെ ഏതെങ്കിലും സമുദായത്തെ പട്ടികവർഗമായി അംഗീകരിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും ആ സംസ്ഥാന സർക്കാരാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഒരു സംസ്ഥാനത്ത് പട്ടികവർഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമുദായം മറ്റൊരു സംസ്ഥാനത്ത് അങ്ങനെ ആകണമെന്നില്ല. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം എ 1 മാത്രം, ബി 2 മാത്രം, സി 1ഉം 2ഉം എന്നിവ 2ഉം, ഡി 1, 2 എന്നിവയല്ല. Consider the following statements. It is the government of the state who recognizes and declares any community of that state as scheduled tribe. Statement 2. A community declared as scheduled tribe in a state need not to be so in another state. The question is, which of the statement given above is or are correct? Option 1 only, option B 2 only, option C both 1 and 2, D neither 1 nor 2. Here the answer is B 2 only. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരി. ഈ ഉത്തരത്തിന്റെ ഒരു വിശദീകരണം ഇപ്രകാരമാണ്. പ്രസ്താവന 1 തെറ്റാണെന്ന് പറഞ്ഞു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 342 അനുസരിച്ച് രാഷ്ട്രപതിയാണ് ഗവർണറുമായി കൂടിയാലോചിച്ച് ഒരു സംസ്ഥാനത്തെ പട്ടികവർഗങ്ങളെ വിജ്ഞാപനം ചെയ്യുന്നത്. പട്ടികയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം പാർലമെന്റിനാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് അത് ശരിയാണ്. കാര്യം പട്ടികവർഗങ്ങളുടെ പട്ടിക ഓരോ സംസ്ഥാനത്തിനും വെവ്വേറെയാണ്. ഒരു സമുദായം ഒരു സംസ്ഥാനത്ത് പട്ടികവർഗമായി അംഗീകരിക്കപ്പെടുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് അങ്ങനെ അല്ലാതെയായിരിക്കാം. അടുത്ത ചോദ്യം, ഡിജിറ്റൽ രൂപയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ധനനയത്തിന് അനുസൃതമായി പുറത്തിറക്കുന്ന ഒരു പരമാധികാര കറൻസിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഇത് RBIയുടെ ബാലൻസ് ഷീറ്റിൽ ഒരു ബാധ്യതയായി കാണപ്പെടുന്നു. 3. അതിൻ്റെ രൂപകൽപ്പന കൊണ്ടുതന്നെ ഇത് പണപ്പെരുപ്പത്തിൽ നിന്ന് ഇൻഷുർ ചെയ്യപ്പെട്ടതാണ്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഈ പറയപ്പെടുന്നതിൽ ഏതൊക്കെയാണ് ശരി? ഇതിലെ ഓപ്ഷനുകൾ 1 എ എന്ന് പറയുന്നത് 1, 2 എന്നിവ മാത്രം, ബി എന്ന് പറയുന്നത് 2, 3 എന്നിവ മാത്രം, സി എന്ന് പറയുന്നത് 1, 3 എന്നിവ മാത്രം, ഡി എന്ന് പറയുന്നത് 1, 2, 3. അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നാണ്
ഇതിലേതാണ് ശരി എന്നാണ് ചോദ്യം. Consider the following statement in respect of the digital rupees. Statement 1. It is a sovereign currency issued by the Reserve Bank of India in alignment with its monetary policy. Statement 2. It appears as a liability on the RBI's balance sheet. 3. It is insured against inflation by its very design. Which of the following statements given above are correct? Option A 1 and 2 only, B 2 and 3 only, C 1 and 3 only, D 1, 2 and 3 only. Here is the answer. Option A 1 and 2 only. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഉത്തരം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷനായ എ ആണ്. അതായത് 1, 2 മാത്രമാണ് ഇതിൽ ശരി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിശദീകരണം നോക്കാം. പ്രസ്താവന 1 ശരിയാണ്. അതായത് ഡിജിറ്റൽ രൂപ ഇ റുപ്പി എന്നത് RBI പുറത്തിറക്കുന്ന ഒരു സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയാണ്, CBCD. ഇത് ഒരു പരമാധികാര കറൻസിയാണ്. പ്രസ്താവന 2 ശരിയാണെന്ന് പറഞ്ഞു. അതിൻ്റെ വിശദീകരണം എന്താണ്? സാധാരണ കറൻസിയെ പോലെ ഡിജിറ്റൽ രൂപയും RBIയുടെ ബാലൻസ് ഷീറ്റിൽ ഒരു നേരിട്ടുള്ള ബാധ്യതയാണ്. എന്നാൽ മൂന്നാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റി? അതായത് ഡിജിറ്റൽ രൂപ ഉൾപ്പെടെ ഒരു കറൻസിക്കും പണപ്പെരുപ്പത്തിൽ നിന്ന് സ്വാഭാവികമായ സംരക്ഷണമില്ല. രൂപയുടെ മറ്റു രൂപങ്ങളെപ്പോലെ ഇതിൻ്റെ മൂല്യവും പണപ്പെരുപ്പത്തിന് വിധേയമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, സിൻഡിക്കേറ്റഡ് വായ്പ എടുക്കുന്നയാൾ വീഴ്ച വരുത്തിയാലുള്ള നഷ്ടബാധ്യത ഒന്നിലധികം കടം കൊടുക്കുന്നവരിലേക്ക് വ്യാപിക്കുന്നു. പ്രസ്താവന 2, സിൻഡിക്കേറ്റ് വായ്പ ഒരു നിശ്ചിത തുകയോ മൊത്തം ഫണ്ടോ ആകാം, പക്ഷേ ഒരു ക്രെഡിറ്റ് ലൈനിൽ ആകാൻ കഴിയില്ല. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? എ, പ്രസ്താവന 1 പ്രസ്താവന 2 ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1 ശരിയായ വിശദീകരണമാണ്. ബി, പ്രസ്താവന 1 പ്രസ്താവന 2 ശരിയാണ്, പക്ഷേ പ്രസ്താവന 2 പ്രസ്താവന 1 ശരിയായ വിശദീകരണമല്ല. സി, പ്രസ്താവന 1 ശരിയാണ്, പക്ഷെ പ്രസ്താവന 2 തെറ്റാണ്. ഡി, പ്രസ്താവന 1 തെറ്റാണ്, പക്ഷേ പ്രസ്താവന 2 ശരിയാണ്. Consider the following statements. Statement 1, syndicate lending spreads the risk of borrower default across multiple lenders. Statement 2, the syndicate loan can be fixed amount or lump sum of funds but cannot be a credit line. Which one of the following is correct in respect of the above statements? Option A, both statement 1 and 2 are correct, and statement 2 is the correct explanation of statement 1. Option B, both statement 1 and statement 2 are correct, but statement 2 does not explain statement 1. Option C, statement 1 is correct, but statement 2 is incorrect. Option D, statement 1 is incorrect, but statement 2 is correct.
Here the answer is option C. Statement 1 is correct, but statement 2 is incorrect. ഇവിടെ ഉത്തരം സി ആണ്, ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1 ശരിയാണ്, പക്ഷേ പ്രസ്താവന 2 തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വിശദീകരണം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താണെന്ന് പറയുന്നത് നോക്കാം. പ്രസ്താവന 1 ശരിയാണ്. ഒരു കൂട്ടം വായ്പാദാതാക്കൾ ചേർന്ന് ഒരാൾക്ക് വായ്പ നൽകുന്ന രീതിയാണ് സിൻഡിക്കേറ്റ് വായ്പ. ഇത് വായ്പ തിരിച്ച് അടയ്ക്കാതിരുന്നാലുള്ള നഷ്ടസാധ്യത എല്ലാവരിലേക്കും വ്യാപിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ പ്രസ്താവന പറയുന്നതാണ് സിൻഡിക്കേറ്റ് വായ്പ ഒരു നിശ്ചിത തുകയോ മൊത്തം ഫണ്ടോ ആകാം, പക്ഷേ ഒരു ക്രെഡിറ്റ് ലൈൻ ആകാൻ കഴിയില്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. സിൻഡിക്കേറ്റ് വായ്പ ഒരു നിശ്ചിത തുകയായി നൽകാം, അല്ലെങ്കിൽ ഒരു നിശ്ചിത പരിധിവരെ പണം പിൻവലിക്കാൻ കഴിയുന്ന ഒരു ക്രെഡിറ്റ് ലൈനായും നൽകാം. അതുകൊണ്ടാണ് പ്രസ്താവന 2 തെറ്റാണെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1, ബംഗാളിലെ സ്ഥിരം ഭൂനികുതി വ്യവസ്ഥ പ്രകാരം സമീന്ദർമാരെ ഭൂമിയുടെ ഉടമകളാക്കി. പ്രസ്താവന 2, ബംഗാളിലെ സ്ഥിരം ഭൂനികുതി വ്യവസ്ഥ പ്രകാരം നിശ്ചിത തീയതിക്ക് മുമ്പോ അന്നു തന്നെയോ സമീന്ദാർ സംസ്ഥാനത്ത് നൽകേണ്ട നികുതി അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അയാളെ സമീന്ദാരിയിൽ നിന്ന് നീക്കം ചെയ്യുമായിരുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? എ, പ്രസ്താവന 1 പ്രസ്താവന 2 ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1 ശരിയായ വിശദീകരണമാണ്. ബി, പ്രസ്താവന 1 പ്രസ്താവന 2 ശരിയാണ്, പക്ഷേ പ്രസ്താവന 2 പ്രസ്താവന 1 ശരിയായ വിശദീകരണമല്ല. സി, പ്രസ്താവന 1 ശരിയാണ്, പക്ഷേ പ്രസ്താവന 2 തെറ്റാണ്. ഡി, പ്രസ്താവന 1 തെറ്റാണ്, പക്ഷേ പ്രസ്താവന 2 ശരിയാണ്. Consider the following statements. Statement 1, under the permanent settlement in Bengal, the Zamindars were made owners of the land. Statement 2, under the permanent settlement in Bengal, if the Zamindars failed to pay his revenues to the state on or before the fixed date, he would be removed from his zamindari. Which one of the following is correct in respect of the above statements? The option is A, both statement 1 and statement 2 are correct, and statement 2 is the correct explanation of statement 1. B, both statement 1 and statement 2 are correct, but statement 2 is not a correct explanation of statement 1. C, statement 1 is correct, but statement 2 is incorrect. D, statement 1 is incorrect, but statement 2 is correct. Here the answer is B, both the statements 1 and 2 are correct, but statement 2 is not the correct explanation of statement 1. അതായത് ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1 പ്രസ്താവന 2 ശരിയാണ്, പക്ഷേ പ്രസ്താവന 2 പ്രസ്താവന 1 ശരിയായ വിശദീകരണമല്ല. സിമിന്ദാരി സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഭംഗിയായി അറിയാമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി ചിന്തിച്ചാൽ മാത്രമേ ശരിയായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ. അപ്പൊ ഇവിടെ ഒരു വിശദീകരണത്തിൽ പ്രസ്താവന 1 ശരിയാണ് എന്ന് പറഞ്ഞല്ലോ. 1 ശരിയാവാൻ, അതായത് 1793 സ്ഥിരം ഭൂനികുതി വ്യവസ്ഥ സമീന്ദർമാരെ ഭൂമിയുടെ ഉടമകളായി അംഗീകരിച്ചു.
എന്നാൽ പ്രസ്താവന സെക്കൻഡും ശരിയാണ്. അതാണ് ഉത്തരത്തിൽ പറയുന്നത്. ഈ വ്യവസ്ഥയിൽ സൂര്യാസ്തമയ സമയം, അതായത് സൺസെറ്റ് ക്ലോസ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് നിശ്ചിത തീയതിയിൽ സൂര്യാസ്തമയത്തിന് മുൻപ് നികുതി അടച്ചില്ലെങ്കിൽ സെമിന്ദാരി ലേലം ചെയ്യുമായിരുന്നു. രണ്ട് പ്രസ്താവനകളും ശരിയാണെങ്കിലും രണ്ടാമത്തേത് ആദ്യത്തേതിൻ്റെ വിശദീകരണമല്ല. അവ രണ്ടും സ്ഥിരം ഭൂനികുതി വ്യവസ്ഥയുടെ രണ്ട് വ്യത്യസ്ത സവിശേഷതകളാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉത്തരം ബി, അതായത് പ്രസ്താവന 1, 2 ശരിയാണ്. പക്ഷേ പ്രസ്താവന 2 പ്രസ്താവന 1 ശരിയായ വിശദീകരണമല്ല എന്ന് വന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന രാജ്യങ്ങൾ പരിഗണിക്കുക. ഇറ്റലി, ജപ്പാൻ, നൈജീരിയ, ദക്ഷിണ കൊറിയ, ദക്ഷിണാഫ്രിക്ക. മുകളിൽ നൽകിയിരിക്കുന്ന രാജ്യങ്ങളിൽ ഏതൊക്കെയാണ് കുറഞ്ഞ ജനന നിരക്ക്, പ്രായമായവരുടെ എണ്ണം കൂടുതൽ അല്ലെങ്കിൽ ജനസംഖ്യ കുറയുന്നത് എന്നിവയുടെ പേരിൽ മാധ്യമങ്ങളിൽ പതിവായി പരാമർശിക്കപ്പെടുന്നത്? ഉത്തരം 1, 2, 4, ബി 1, 3, 5, സി 2, 4 എന്നിവ മാത്രം, ഡി 3, 5 എന്നിവ മാത്രം. Consider the following countries: Italy, Japan, Nigeria, South Korea, South Africa. Which of the above countries are frequently mentioned in the media for their low birth rate or aging population or declining population? Option A 1, 2 and 4, option B 1, 3 and 5, option C 2 and 4 only, option D 3 and 5 only. Here the answer is A 1, 2 and 4. ഇറ്റലി, ജപ്പാൻ, സൗത്ത് കൊറിയ. ഇതിൻ്റെ വിശദീകരണം, ഇറ്റലി, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ കുറഞ്ഞ ജനന നിരക്ക്, വർദ്ധിച്ചു വരുന്ന വാർദ്ധക്യം, ജനസംഖ്യാ ശോഷണം തുടങ്ങിയ കടുത്ത ജനസംഖ്യാപരമായ വെല്ലുവിളികൾ നേരിടുന്നതായി വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നൈജീരിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ താരതമ്യേന യുവജനസംഖ്യയാണ് കൂടുതലുള്ളത്. ഈ ചോദ്യത്തിൽ നിന്ന് ഒരു അടിസ്ഥാനപരമായ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ജനസംഖ്യയെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, ലോകരാജ്യങ്ങളിലെ ജനസംഖ്യയുടെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ജനസംഖ്യയുടെ ക്രമത്തിൽ, അല്ലെങ്കിൽ ജനസംഖ്യയുടെ വളർച്ച, മരണനിരക്ക്, ജനനനിരക്ക് എന്നിവയുടെ ഒക്കെ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും ഒരു നല്ല ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയൂ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾ സമഗ്രമായിട്ട് ഓരോ ചോദ്യങ്ങളും ഇത്തരത്തിലായിരിക്കും വരുന്നത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങളെ പഠിക്കുക, അപഗ്രഥിക്കുക, വിശദമായി വായിക്കുക, ജേണലുകൾ വായിക്കുക, പത്രങ്ങൾ വായിക്കുക, പത്രങ്ങളിൽ കിട്ടുന്ന അറിവുകൾ കുറിച്ചു വയ്ക്കുക എന്നിവയെല്ലാം വളരെ അത്യാവശ്യമായ കാര്യമാണ്. സിവിൽ സർവീസ് പരീക്ഷയുടെ ജനറൽ സ്റ്റഡീസ് പേപ്പറിനെ ഇതെല്ലാം ബാധിക്കുന്നതാണ്. നമ്മുടെ ആനുകാലിക, അതായത് കറണ്ട് നോളജ് എത്രമാത്രം ഉണ്ടെന്ന് ഒക്കെ വളരെ വിശദമായിട്ട് ഇതിൽ വിലയിരുത്തപ്പെടും. അടുത്ത ഭാഗത്ത് അടുത്ത ചോദ്യങ്ങളെക്കുറിച്ച് പറയാം. നന്ദി, നമസ്കാരം.